ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കാൻ പോകാം. ഇന്നെനിക്ക് കിട്ടിയത് ഏകദേശം ഒരു വലുപ്പത്തിലുള്ള കൂന്തലാണ്. ഇതിനെ നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. ഇത് നന്നായി ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് വെച്ചതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അല്പം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം മല്ലിയിലയും, 1 സ്പൂൺ വലിയ ജീരകവും, ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കൂടിയൊക്കെ അരച്ചെടുത്ത ആ ഒരു എണ്ണയിലേക്ക് വഴറ്റിയെടുക്കുമ്പോഴുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മസാലയൊക്കെ കൂന്തലിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അല്പം വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കൂന്തലിലേക്ക്. ഇനി അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സർവിംഗ് ബൗളിലേക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിയായ വെറൈറ്റിയായ കൂന്തൽ റോസ്റ്റ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ.